എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം മഹാപഞ്ചപുരുഷ യോഗങ്ങളിൽ ഹംസയോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് എന്താണ് പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഹംസയോഗത്തിൽ ജനിച്ചാലുള്ള ഗുണങ്ങൾ എന്നാണ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഹംസയോഗം വരുന്നതെന്ന് ആദ്യം അറിയേണ്ടത്. അതായത് ലഗ്നം 1-ാം ഭാവമായിട്ട് കൂട്ടണം. ആ ലഗ്നത്തിൽ അതിന് 4-ാം ഭാവം, 7-ാം ഭാവം, 10-ാം ഭാവം, ഈ ലഗ്ന കേന്ദ്രങ്ങളിൽ ഈ വ്യാഴം വന്നു കഴിഞ്ഞാൽ അത് സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ മൂലക്ഷേത്രമോ ആയി വന്നു കഴിഞ്ഞാൽ അത് ലഗ്ന കേന്ദ്രമാവും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹംസയോഗം പ്രധാനം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എന്ത് യോഗങ്ങളുണ്ടായാലും നമ്മുടെ കർമ്മത്തിലൂടെയാണ് ഈ യോഗങ്ങളെല്ലാം ഗുണത്തിൽ വരുന്നത്. ഹംസയോഗമുണ്ട്, കേസരി യോഗമുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാം, എല്ലാം യോഗങ്ങൾ തേടിത്തരും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് വരും എന്ന് പറയണത് നിങ്ങൾ മനസ്സിലാക്കും. ഒരു കാരണവശാലും ഗ്രഹങ്ങളൊന്നും നമുക്കൊരു യോഗവും നമുക്ക് അനുകൂലത്തിൽ കൊണ്ടുതരും. നമ്മുടെ കർമ്മം ആണ് ഏറ്റവും വലിയ ഇത്. ആ കർമ്മം നമ്മൾ എത്രമാത്രം അനുകൂലത്തിൽ നമ്മൾ എന്താ പറയുക, എത്രമാത്രം കർമ്മത്തിലേക്ക് നമ്മൾ ഏർപ്പെടുന്നു അത്രമാത്രം ഈ യോഗങ്ങളും നമ്മുടെ കൂടെ അനുകൂലത്തിൽ വരും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ യോഗങ്ങളൊക്കെ കിട്ടണത് നമ്മുടെ കർമ്മം കൊണ്ടാണ്. അല്ലാണ്ട് ഒരു യോഗങ്ങളും നമുക്ക് ഇവിടെ ഗ്രഹങ്ങളൊന്നും നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്ഥലത്തേക്കോ ഒന്നും കൊണ്ടുതരില്ല. നിനക്ക് ഇങ്ങനെ ഗജകേശ്വരി യോഗമുണ്ട്, ഹംസയോഗമുണ്ട്, മാളവി യോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് ഒന്നും വന്ന് തരത്തില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ കർമ്മത്തിലൂടെ ആണ് ഇതെല്ലാം യോഗങ്ങളെല്ലാം നമുക്ക് വരണത്. അപ്പോൾ നമുക്ക് നോക്കാം. കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, ഞാൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് ഞാൻ പറഞ്ഞു, പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഹംസയോഗത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഹംസയോഗം ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പറയണ ഹംസയോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം ഞാൻ പറയാം. ഈ ഹംസയോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ സഞ്ജനങ്ങളാൽ സ്തുതിക്കപ്പെടും. സഞ്ജനങ്ങളാൽ നമുക്ക് നല്ല ഒരു ബഹുമാനം എല്ലാം ഉണ്ടാവുന്നതാണ്. അതായത് നമ്മളുടെ ആചാര്യം പറയുന്നത് രാജാവിന് തുല്യമായി വാഴും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹംസയോഗത്തിലുള്ള ആൾക്കാരെല്ലാം ഹംസയോഗത്തിൽ വാഴും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അതേപോലെ തന്നെയാണ് പറയണത്, കയ്യിലും കാലിലും ശംഖ്, താമര, മത്സ്യം, അങ്കുശം മുതലായവ സമുദ്രാദി പ്രസിദ്ധങ്ങളായ ചിഹ്നങ്ങളോട് കൂടിയവനും ഭംഗിയുള്ള ശരീരത്തോടു കൂടിയവനും ഹൃദ്യമായ ഭക്ഷണ സുഖമുള്ളവനും ധർമ്മശീലനും ആയി ഭവിക്കും എന്നാണ് പറയണത്. അതായത് നമ്മുടെ രാജാവ് എന്ന് പറയുന്നത് നല്ല നിലയിൽ ജീവിക്കാം. അത് ധനസമൃദ്ധിയോടുകൂടിയും അന്ന സമൃദ്ധിയോട് കൂടിയിട്ടും കുടുംബപരമായിട്ടും എല്ലാം നല്ല രാജ്യതുല്യനായിട്ട് നല്ല നിലയിൽ ജോലിയെല്ലാം കിട്ടുന്നൊരു സാധ്യതയുള്ളൊരു എന്ന് പറയാം. അതേപോലെ തന്നെ കയ്യിൽ മത്സ്യം, താമര, ശംഖ്, കാലിലും കയ്യിലും അതിൻ്റെ എന്താ പറയുക ചിഹ്നങ്ങൾ ഉണ്ടാകും എന്നാണ് പറയണത്. ഈ നമ്മളുടെ ചില ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടല്ലേ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നല്ല ഭക്ഷണങ്ങൾ, അതായത് ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല, നല്ല ഭക്ഷണ സുഖമുള്ളവൻ, അതായത് നല്ല ഭക്ഷണങ്ങൾ കിട്ടും എന്നുള്ളതാണ് ആചാര്യം പറയുന്നത്. അതേപോലെ തന്നെ ധർമ്മശീലൻ, അതായത് ദാനം ചെയ്യാൻ നല്ല ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം എന്ന് പറയണേ, ഈ ലഗ്നത്തിലേക്ക് ഈ പറയണം ഞാൻ പറഞ്ഞ പോലെ മഹാഹംസയോഗത്തിൽ ഉള്ള ഗ്രഹനിലക്കാർ, ഇപ്പം ഞാൻ മുകളിൽ ഇതിൻ്റെ ചെറിയൊരു വരച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി നോക്കൂ. അവിടെ ശനിയുടെ ദൃഷ്ടിയോ ഈ ഭാവങ്ങൾക്ക് ശനിയുടെ ദൃഷ്ടിയോ കുജൻ്റെ ദൃഷ്ടിയോ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ആ യോഗങ്ങൾ നമുക്ക് അനുകൂലത്തിൽ വരാൻ സാധ്യത കുറവാണ്. കുറച്ച് കഠിനമായ പ്രയത്നം തന്നെ വേണ്ടി വരും എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. ഉദാഹരണം, ഇവിടെ മിഥുന ലഗ്നമാണ്. മിഥുന ലഗ്നം എന്ന് പറയുന്നത് 7-ാം ഭാവം എന്ന് പറയുന്നത് എവിടെയാണ്? ധനുരാശിയാണ്. ആ ധനുരാശിയിൽ ഗുരു സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ഹംസയോഗം പ്രദാനം ചെയ്യുന്നുണ്ട്. അവിടെ
അപ്പോൾ അവിടെ ശനിയോ അല്ലെങ്കിൽ ലഗ്നത്തിൽ നിന്ന് ശനിയോ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്ത് കഴിഞ്ഞാൽ ആ യോഗത്തിന് കുറച്ച് ചെറിയ ഒരു വ്യത്യാസങ്ങൾ വരുത്താം. അതേപോലെ തന്നെ കുജൻ ലഗ്നത്തിൽ നിൽക്കുക അല്ലെങ്കിൽ കുജൻ കന്നിയിൽ നിൽക്കുക, ആ 7 കന്നി എന്ന് പറയുമ്പോൾ മിഥുന ലഗ്നത്തിൻ്റെ 7 എന്ന് പറയുമ്പോൾ കന്നിയുടെ 4ാം ഭാവമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് യോഗത്തിന് ചെറിയ തടസ്സങ്ങൾ വരാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരാം, കുറച്ച് ജീവിതത്തിൽ ക്ലേശങ്ങൾ വരാം. അതൊന്നും പിന്നെ അതേപോലെ തന്നെ മൗഢ്യം ഉണ്ടെങ്കിലും നമുക്ക് ഈ യോഗങ്ങൾക്കൊക്കെ കുറച്ച് വലിച്ചിൽ വരും. മൗഢ്യത്തിൻ്റെ സ്വഭാവം കാണും. സൂര്യനോട് അടുക്കുമ്പോൾ ഗ്രഹങ്ങൾക്ക് ബലക്കുറവ് വരും. അതായത് സൂര്യൻ്റെ തീവ്രമായ പ്രഭാവം കൊണ്ട് ഗ്രഹങ്ങൾക്ക് മങ്ങലേക്കും നമ്മൾ ചൂട്, നമ്മൾ അമിതമായ തീൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അമിതമായ ചൂടേക്കുമ്പോൾ നമ്മൾ പുറകിലോട്ട് വരില്ലേ, അല്ലെങ്കിൽ മങ്ങലേക്കൂലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ അതിലും നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ശനിയുടെയോ എന്തുകൊണ്ട് എല്ലാവരും ചോദിക്കുക എൻ്റെ ഗ്രഹനിലയിൽ എന്തുകൊണ്ട് ഈ യോഗങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അവിടെ ശനിയുടെയോ കുജൻ്റെയോ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ, പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കൂടുതൽ ഈ ഗുണങ്ങളൊന്നും എന്നിട്ട് എന്താ പറയുക ഗുണങ്ങളൊന്നും നമുക്ക് വലിയ രീതിയിൽ കിട്ടാൻ സാധ്യത കുറവായിരിക്കാം. കാരണം വെച്ചാൽ ഈ ലഗ്ന കേന്ദ്രം പറയുന്നത് ഗുരുവൊക്കെ പവർഫുള്ളായിരിക്കണം, മൗഢ്യം ഉണ്ടാവില്ല, പാവഗ്രഹങ്ങളുടെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം നല്ല ഒരു പൊസിഷനിൽ ഒരു കുഴപ്പമില്ലാതെ, അതേപോലെ തന്നെ ഗ്രഹനിലയിൽ ഓരോ അവസ്ഥകളുണ്ട്. അതായത് മൃതാവസ്ഥ, വൃദ്ധാവസ്ഥ, ബാലാവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥകളുമുണ്ട്. ഇതെല്ലാം മാറി നല്ല ശുഭമായിട്ടുള്ള രീതിയിൽ ഗുരുവൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ഈ ഹംസയോഗം പ്രദാനം ചെയ്യുന്നു വേണം. അത് ഒന്നും കൂടി പറയാം. ഹംസയോഗത്തിൽ ജനിച്ചവർ സഞ്ജനങ്ങളാൽ സ്തുതിക്കപ്പെടും. രാജാവ് കയ്യിലും കാലിലും ശംഖ്, താമര, മത്സ്യം, അങ്കുശം മുതലായ സമുദ്രാധിക പ്രസിദ്ധങ്ങളായ ചിഹ്നങ്ങളോട് കൂടിയവനും ഭംഗിയുള്ള ശരീരത്തോടു കൂടിയവനും ഹൃദ്യമായ ഭക്ഷണ സുഖമുള്ളവനും ധർമ്മശീലനും ആയി ഭവിക്കുമെന്നാണ് ആചാരം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രഹനിലയിൽ ഇതൊക്കെ ഉണ്ട് നോക്കുക. അതേ നിൽക്കണം മാളവിയോഗം ഉണ്ട്, ഈ ഹംസയോഗം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ കുറച്ച് ക്ലേശങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം നമ്മുടെ കർമ്മം കൊണ്ടാണ് ഇത് ഗുണത്തിലേക്ക് വരുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോസുമായിട്ട് അടുത്ത പഞ്ചമുഖപുരുഷ യോഗത്തെ കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.